നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പുനലൂർ നഗരസഭയ്ക്ക് പുതിയ ചെയർപേഴ്സൺ. വെല്ലുവിളികളെ സധൈര്യം നേരിടുമെന്ന് ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്. പത്തനാപുരത്ത് ക്യാൻസർ രോഗിയായ കൃഷിക്കാരന്റെ കൃഷി നശിപ്പിച്ചതായി പരാതി. അംഗൻവാടിക്ക് സൌജന്യമായി സ്ഥലം നൽകി പൊതുപ്രവർത്തകൻ മാതൃകയായി. വാർത്തകൾ വിശദമായി. പുനലൂർ നഗരസഭയിലെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി 11-നെതിരെ 24 വോട്ടുകൾക്ക് വിജയിച്ചു. സിപിഎം പ്രതിനിധിയായ രാധാമണി വിജയാനന്ദാണ് പുനലൂർ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സൺ. പുനലൂർ നഗരസഭയിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടന്നു. ഇടതുമുന്നണി പ്രതിനിധി രാധാമണി വിജയാനന്ദാണ് പുതിയ ചെയർപേഴ്സൺ. ഇടതുമുന്നണിക്കാണ് പുനലൂർ നഗരസഭയുടെ ഭരണം. മുന്നണി ധാരണ അനുസരിച്ച് 4 വർഷം സിപിഎമ്മിനാണ് ചെയർപേഴ്സൺ സ്ഥാനം, 1 വർഷം സിപിഐക്കും. ആദ്യ 2 വർഷം സിപിഎം പ്രതിനിധി വിമല ഗുരുദാസ് ആയിരുന്നു ചെയർപേഴ്സൺ. പിന്നീട് 1 വർഷം സിപിഐ പ്രതിനിധി ഗ്രേസി ജോൺ ആയി. കാലാവധി പൂർത്തിയായി ഗ്രേസി ജോൺ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 11-ന് എതിരെ 24 വോട്ടുകൾ നേടിയാണ് രാധാമണി വിജയാനന്ദ് വിജയിച്ചത്. മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ ആണ് രാധാമണി വിജയാനന്ദിന്റെ പേര് നിർദ്ദേശിച്ചത്. വൈസ് ചെയർമാൻ എസ് ബിജു പിന്താങ്ങി. യുഡിഎഫ് സ്ഥാനാർത്ഥിയായ ബീന ഷാമോലിന്റെ പേര് നിർദ്ദേശിച്ചത് യുഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ എബ്രഹാം ജോർജ് ആണ്. ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ പിന്താങ്ങി. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ബി മുരളീധരൻ നായരായിരുന്നു വരണാധികാരി. 24 വോട്ടുകൾ നേടി വിജയിച്ച രാധാമണി വിജയാനന്ദിന് വരണാധികാരി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പുനലൂർ മുനിസിപ്പൽ കൌൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട രാധാമണി വിജയാനന്ദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് നഗരസഭാ സെക്രട്ടറി സി സുജേതാകുമാരി, നഗരസഭാ ജീവനക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ സ്വീകരണം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിമല ഗുരുദാസ് പുതിയ ചെയർപേഴ്സണ് പുനലൂർ മുൻ എംഎൽഎ പി എസ് സുബാൽ, വൈസ് ചെയർമാൻ എസ് ബിജു, സിപിഎം ഏരിയ സെക്രട്ടറി എം എ രാജഗോപാൽ, എൻസിപി നേതാവ് കെ ധർമ്മരാജൻ, ആർഎസ്പി നേതാവ് പ്രൊഫസർ ഡി ശശിധരൻ, യുഡിഎഫ് പ്രതിനിധി ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ, പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടൈറ്റസ് സെബാസ്റ്റ്യൻ, സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം ജോബോയ് പെരേര, സന്തോഷ് കുഞ്ഞുമോൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ദീർഘമായ കാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ അനുഭവസമ്പത്തും അതുപോലെ തന്നെ ദീർഘകാലത്തെ ജനപ്രതിനിധിയായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ അനുഭവസമ്പത്തുമായിട്ടാണ് ഈ കൌൺസിലിന് വരുന്ന 2 വർഷക്കാലം നേതൃത്വം നൽകാനായി ശ്രീമതി രാധാമണി വിജയാനന്ദ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഭരണരംഗത്ത് ആദ്യമായിട്ടല്ല അവർ ചുമതല ഏറ്റെടുക്കുന്നത്. നേരത്തെ ചെയർമാനായി പ്രവർത്തിക്കുകയും നമ്മുടെ നഗരസഭയുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് അവര് സത്യസന്ധമായി സുതാര്യമായി നേതൃത്വം നൽകിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അന്ന് ഒരു വാർഡിലെ മുഴുവൻ ജനങ്ങളെ ഒരുമിച്ച് വളരെ വൈവിധ്യത്തോടുകൂടി വളരെ മനോഹരമായി അണിനിരത്തി 1ാം സമ്മാനം നേടി. അന്ന് ധാരാളം വലിയ നേതാക്കന്മാരെ, മുൻ മുനിസിപ്പൽ ചെയർമാൻമാരൊക്കെ ഉള്ള ആ കൌൺസിലാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് രാധാമണി സാറിന്റെ ഒരു മുനിസിപ്പൽ, ഒരു ജനകീയ മുനിസിപ്പൽ കൌൺസിലർ എന്നുള്ള നിലയിൽ രാധാമണി സാറിന്റെ സാന്നിധ്യം ഈ നഗരസഭയിൽ അല്ലെങ്കിൽ ഈ നഗരസഭാ മേഖലയിൽ അറിയിച്ചിട്ടുള്ളത്. ഈ നഗരസഭയുടെ ചെയർപേഴ്സണായി അധികാരമെടുക്കുന്ന ഈ വേളയിൽ പങ്കെടുക്കുന്നു. നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ ദീർഘകാലത്തെ നഗരസഭയിലെ അംഗമെന്നുള്ള വലിയ ഒരു ചുരുങ്ങിയ കാലമാണെങ്കിൽ പോലും ഇതിന്റെ ചെയർപേഴ്സണായിരുന്നുള്ള പരിചയം തീർച്ചയായിട്ടും വരുന്ന ഈ 2 വർഷക്കാലം രാധാമണിയുടെ പ്രവർത്തന പാരമ്പര്യം, അവരുടെ പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും മുതൽക്കൂട്ടായി തീരുമെന്ന് ഞാൻ മനസ്സിലാക്കാം.
അധികം പ്രവർത്തന പാരമ്പര്യമുള്ള പൊതുജന പ്രവർത്തനത്തിൽ വളരെയധികം നിഷ്കാമമായും ആത്മാർത്ഥമായും പ്രവർത്തിച്ചിട്ടുള്ള ശ്രീമതി രാധാമണി വിദ്യാലയത്തിന് എല്ലാവിധ വിദ്യാഭ്യാസവും ലഭിക്കാം. വളരെ പ്രതീക്ഷയോടെ ഈ ഭരണത്തെ നോക്കിക്കാണുകയാണ്. വരുന്ന 2 വർഷം ഇനി വളരെ കുറഞ്ഞ സമയമുള്ളൂ. അപ്പൊ നമ്മുടെ പട്ടണത്തിലെ ജനങ്ങൾ നേരിടുന്ന വിവിധ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കുടിവെള്ള പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ മാലിന്യ സംസ്കരണം, ഇതൊക്കെ വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയാണ്. ആശംസകളും ആദ്യമായി നേരുക. അതോടൊപ്പം പുനലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുകയാണ്. ഇനി ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 മാസത്തോളം ഉള്ളൂ. അതിൽ എല്ലാ പ്രവർത്തനങ്ങളിലും എന്റെ ജീവനക്കാർ എല്ലാ പിന്തുണയും അറിയിക്കുന്നു. കൂടാതെ എന്നെ സംബന്ധിച്ചൊരു വളരെ ശക്തം മുഹൂർത്തമാണ്. ഞാൻ ചെയർപേഴ്സൺ കണക്കേക്കാരാണ്. മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്നവരാണ്. ഞാൻ അയൽവക്കക്കാരാണ്. ഞങ്ങൾ 2 പേർക്കും ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യാൻ സാധ്യത ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞാൻ കരുതുന്നു. എന്റെ ജീവൻ എല്ലാവർക്കും ആശംസ നൽകുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂരിന്റെ പൊതുവികസനത്തിന് തടസ്സമായി നിൽക്കുന്ന വെല്ലുവിളികളെ സധൈര്യം നേരിടുമെന്ന് പുനലൂർ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്. സത്യപ്രതിജ്ഞാ ചടങ്ങിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. പുനലൂരിന്റെ പൊതുവികസനത്തിന് തടസ്സമായി നിൽക്കുന്ന വെല്ലുവിളികളെ സധൈര്യം നേരിടുമെന്ന് പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്. നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം മാധ്യമപ്രതിനിധികളുമായി സംസാരിക്കുകയായിരുന്നു അവർ. താലൂക്ക് ഓഫീസ് വിഭജനവുമായി ബന്ധപ്പെട്ട് പുനലൂരിൽ പ്രവർത്തിച്ചിരുന്ന പല ഓഫീസുകളും പത്തനാപുരത്തേക്ക് മാറ്റപ്പെട്ടു. ചില പ്രധാനപ്പെട്ട ഓഫീസുകൾ കൂടി മാറ്റി സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നുണ്ട്. എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സഹകരിപ്പിച്ച് ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കും. പുനലൂരിൽ RDO ഓഫീസ്, താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തൽ, പുനലൂരിൽ പുതിയ കുടിവെള്ള പദ്ധതി, പുനലൂർ മാർക്കറ്റ് നവീകരണം, ആധുനിക സ്ലോട്ടർ ഹൌസ് നിർമ്മാണം, ഹോമിയോ ആശുപത്രിയുടെ നിർമ്മാണം എന്നിവ യഥാർത്ഥമാക്കാൻ അടുത്ത 2 വർഷം ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ ഏകോപിപ്പിച്ച് പൂർത്തിയാക്കുമെന്നും രാധാമണി വിജയാനന്ദ് പറഞ്ഞു. പുനലൂരിന്റെ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ കുറെ നമ്മൾ ഈ 3 വർഷക്കാലം കൊണ്ട് കുറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആദ്യമായിട്ട് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ പുനലൂർ നഗരസഭ പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നമുക്ക് കുടിവെള്ള പ്രശ്നം, അതുകൂടാതെ ഇപ്പോഴും ഈ താലൂക്ക് വിഭജനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇലക്ഷൻ വിഭാഗം വരെ പത്തനാപുരത്തേക്ക് പോകുന്ന ഒരു ഘട്ടം വന്നിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കതിന് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അത് പ്രതികരിക്കും. അത് ഏത് വിധേനയായിരുന്നാലും. അതുപോലെ തന്നെ സപ്ലൈ ഹൗസ് അങ്ങനെയുള്ളതെല്ലാം ഇതേപോലെ ഓരോന്ന് കൊണ്ടുപോയി നമുക്കിവിടെ പുനലൂരിന്റെ വികസനത്തിനെന്ന് പറയാൻ ഈ പറഞ്ഞതെല്ലാം അത് പത്തനാപുരത്തേക്ക് പോയാൽ യാതൊരു പ്രയോജനവും ഇല്ലാതെ നമ്മുടെ വികസനം അതുകൊണ്ട് മുരടിക്കും. അതിനുവേണ്ടിയായിരിക്കും നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. പിന്നെ നഗരസഭയുടെ പ്രവർത്തനം എന്ന് പറയാൻ ഇപ്പൊ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് പ്ലാച്ചേരിയിൽ സ്ഥാപിച്ചു. അത് പ്രവർത്തനം ആരംഭിച്ചിട്ട് തൊഴിൽ പ്രശ്നം, കൂലി പ്രശ്നം കൊണ്ടായിരിക്കണം അത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അതിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ ആദ്യം നോക്കും. പിന്നെ കുടിവെള്ള പ്രശ്നം UID SSMD പദ്ധതി പ്രകാരം കുടിവെള്ളത്തിന് ഒരു പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഇപ്പം തന്നെ വാർഡുകളിൽ നല്ല രൂക്ഷമായിട്ടുള്ള കുടിവെള്ളം ക്ഷാമം അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നഗരസഭ നേരിടുന്ന ഈ കുടിവെള്ള ക്ഷാമത്തിനും നമ്മൾ മുൻകൈയെടുത്ത് അതിനുവേണ്ടി നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആരെയെല്ലാം കണ്ട് മന്ത്രിമാരെ കണ്ടായിരുന്നാലും നമുക്ക് ഏതെല്ലാം രീതിയിൽ അത് സാധിച്ചെടുക്കാൻ പറ്റും. എത്രത്തോളം സാധിച്ചെടുക്കാൻ പറ്റും അത്രയും നമ്മൾ ഒത്തൊരുമിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ഐക്യരക്കോണത്തിന് സമീപം തടി കയറ്റി വന്ന മിനി ലോറി മറിഞ്ഞു. ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് അപകടം. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുനലൂർ ഐക്യരക്കോണത്തിന് സമീപം മിനി ലോറി മറിഞ്ഞു. കക്കോട്ടു നിന്നും റബ്ബർ തടി കയറ്റി വന്ന KL 25A3468 ലോറിയാണ് മറിഞ്ഞത്. കൊടുംവളവിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ തട്ടാതിരിക്കാൻ ലോറി ഡ്രൈവർ ശ്രമിച്ചപ്പോൾ നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു. എന്നാൽ യാതൊരു പരിക്കും കൂടാതെ ലോറി ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ലോറിയിൽ അമിതഭാരം കയറ്റിയിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. സമീപത്ത് മറ്റ് വാഹനമോ കാൽനട യാത്രക്കാരോ ഇല്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ക്യാൻസർ രോഗിയായ കർഷകന്റെ കൃഷി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. പത്തനാപുരം പുന്നല ഇഞ്ചക്കുഴി വീട്ടിൽ തങ്കപ്പന്റെ കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത്.
നിർധനനും ക്യാൻസർ രോഗിയുമായ പത്തനാപുരം പുന്നല പിറമല ഇഞ്ചക്കുഴി പുത്തൻ വീട്ടിൽ തങ്കപ്പന്റെ കൃഷിയാണ് സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ നശിപ്പിച്ചത്. 30ഓളം കുലച്ച വാഴകളും 2 വർഷത്തിലേറെ പ്രായമുള്ള 20 റബ്ബർ തൈകളും വെട്ടിനശിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലുള്ള നിർധനായ തങ്കപ്പന്റെ കൃഷിയിടങ്ങൾ വെട്ടിനശിപ്പിച്ചിരിക്കുന്നത് ആരെയും നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ്. പത്തനാപുരം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതായി തങ്കപ്പൻ പറഞ്ഞു. പുന്നല പിറമല ഭാഗങ്ങളിൽ രാത്രിയുടെ മറവിൽ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം അമർച്ച ചെയ്യാൻ പത്തനാപുരം പോലീസ് തയ്യാറാകണമെന്ന് CPM നേതാവ് ഷൈനോജ് ആവശ്യപ്പെട്ടു. നിർധനനും ക്യാൻസർ രോഗിയുമായ കർഷകന്റെ വാഴയും റബ്ബർ തൈകളും വെട്ടിനശിപ്പിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് അധികാരിവർഗം തയ്യാറാകണമെന്ന് പ്രദേശത്തെ നിരവധി സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊട്ടാരക്കരയിൽ നാട്ടിൻപുറങ്ങളിൽ വിരുന്നെത്തിയ മലമുഴക്കി വേഴാമ്പൽ നാടിന് കൌതുകമാകുന്നു. മലമുഴക്കി വേഴാമ്പൽ നാടിനും നാട്ടുകാർക്കും കൌതുകമുണർത്തി നാട്ടിൻപുറത്ത് എത്തി. വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുക എന്ന് പറയാറുണ്ടല്ലോ. എന്നാൽ ആ പക്ഷിയുടെ കൌതുകകരമായ വീക്ഷണം കൊണ്ട് തന്നെയാകാം പഴമക്കാർ ഇങ്ങനെയൊരു പദം തന്നെ ഉണ്ടാക്കിയെടുത്തത്. വീക്ഷിക്കുന്ന ഓരോ കോണിലും എന്തെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് തലതിരിക്കുന്നത്. മലമുഴക്കി വേഴാമ്പലിനെ വളരെ അത്യപൂർവമായാണ് നാട്ടിൻപുറങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. മഴയെത്തുമ്പോൾ ഇവയുടെ ആഹ്ലാദമൊന്ന് വേറെ തന്നെയാണ്. പണ്ട് കാട്ടിൽ മഴയെ കാത്തിരുന്ന വേഴാമ്പൽ ഇന്ന് നാട്ടിൻപുറങ്ങളിൽ ഒരിറ്റു വെള്ളത്തിനായി കേഴുകയാണ്. വേഴാമ്പലിന് അന്നും ഇന്നും കാത്തിരിപ്പ് തന്നെയാണ് വിധി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയാകാമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ദർപ്പക്കാട്ട് ദിനശ്രീയിൽ ജിൻസന്റെ ഭാര്യ ദിനമോളയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദർപ്പക്കാട് ദീനാശ്രീയിൽ ജിൻസന്റെ ഭാര്യ ദിനമോളാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച വൈകിട്ട് 4:30ഓടെയായിരുന്നു സംഭവം. ആത്മഹത്യയാണെന്നാണ് പോലീസ് നിഗമനം. കടയ്ക്കൽ പോലീസ് ഇൻവെസ്റ്റ് നടത്തി. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വ്യാഴാഴ്ച ഉച്ചയോടെ സംസ്കാരം നടന്നു. ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം വ്യക്തമല്ല. കടയ്ക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വസുദേവ്, വൈശാഖ് എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചാലിയക്കര വാർഡിൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചാലിയക്കര വാർഡിന്റെ ഗ്രാമസഭ സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച 2 മണിക്ക് ചാലിയക്കര LP സ്കൂളിലാണ് ഗ്രാമസഭ സംഘടിപ്പിച്ചത്. 2014-15 വാർഷിക പദ്ധതി രൂപീകരണം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റ്, സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് ലിസ്റ്റ് അംഗീകരിക്കൽ, വികലാംഗരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യൽ എന്നിവയാണ് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ K. സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 53 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായി വാർഡ് മെമ്പർ പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടുന്ന പഞ്ചായത്തിന്റെ ആനുകൂല്യങ്ങൾ അടിയറവച്ച് പണക്കൊണ്ടാക്കിയിട്ടില്ല. സ്നേഹപൂർവ്വം ഞങ്ങളുടെ കുടുംബാമം നമ്മുടെ സംസാരമൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിയുമ്പോൾ മാറും. എങ്കിൽ പോലും സത്യസന്ധതയും നീതിയുടെയും ധർമ്മത്തിന്റെയും പുറത്ത് 16-ാം വാർഡിൽ ഇന്ന് എങ്ങാണ്ടും 94 ലക്ഷം രൂപ 11, 12, 13 പൗർണാലിലേക്ക് കാലുകുത്തുമ്പോ 97 ലക്ഷം രൂപ പൂർണ്ണമാവുകയാണ്. ഈ 28 ലക്ഷം കൂട്ടിയിട്ടില്ല, ഈ 5 ലക്ഷം കൂട്ടിയിട്ടില്ല. ഇത്രയെല്ലാം വികസനം ചെയ്തു. ഇതെന്റെ കഴിവല്ല, ദൈവത്തിന്റെ കഴിവും എന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഞങ്ങളുടെ കൂട്ടായുള്ള ശ്രമത്തിന്റെയും കഴിവാണ്. അതുപോലെ തൊഴിലുറപ്പിൽ നമ്മൾ പുറമോട്ടല്ല. കഴിഞ്ഞ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ 18,75,000 രൂപയാണ് നമ്മൾ റെഡിയാക്കിയേക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടത്തേക്കുന്ന 25 ലക്ഷം രൂപയാണ്. മാർച്ച് 20 കഴിയുമ്പോൾ 24 കഴിയുമ്പോൾ 25 ലക്ഷം രൂപ കഴിയണമെന്ന് വിനയത്തോടെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വികസനത്തിന് വേണ്ടി നിങ്ങളുടെ കൂട്ടായ ശ്രമങ്ങളും കൂട്ടായ സഹകരണം ഉണ്ടായിക്കൊണ്ട് നമ്മുടെ ശക്തിയാണ് പഞ്ചായത്തിന്റെ മൂല്യം. ഒരു പഞ്ചായത്ത് വാർഡിൽ 53 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനമൊക്കെ നടന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പഞ്ചായത്തിൽ ഒരു വർഷത്തെ സാമ്പത്തിക ഒരു വാർഡിൽ നടന്നിട്ടില്ല. അപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ പഞ്ചായത്ത് രാജ് ചട്ടം നിലവിൽ വന്നപ്പോ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കവും തൂക്കവും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ജനാധിപത്യപരമായിട്ടുള്ള ഏറ്റവും വലിയൊരു വേദിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഗ്രാമസഭകൾക്ക് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തിൽ നിർണായകമായ പങ്കുണ്ട്. ഏത് വിഷയത്തെ സംബന്ധിച്ചും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ
പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അയക്കുന്ന സർക്കുലറിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇത് ഗ്രാമസഭയിൽ വെച്ച് അംഗീകാരം തേടണം. തൊഴിലുറപ്പ് മേട്രൺ ലിസി ജോസ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കര സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ സ്ലാബുകൾ ഒടിയുന്നത് യാത്രക്കാരെയും ജീവനക്കാരെയും ഒരുപോലെ വെട്ടിലാക്കുന്നു. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. നിരന്തരമായി സ്ലാബുകൾ ഒടിയുന്നത് യാത്രക്കാരെയും ഡ്രൈവർമാരെയും ബുദ്ധിമുട്ടിലാക്കുന്നു. ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ എത്തുന്ന സ്റ്റാൻഡിലാണ് ഈ ദുസ്ഥിതി. ജില്ലയുടെ പ്രധാന സ്വകാര്യ ബസ് സ്റ്റാൻഡുകളിൽ ഒന്നായ കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ജില്ലയുടെ പല ഭാഗത്തേക്കും ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ ബസ് സ്റ്റാൻഡും KSRTC സ്റ്റാൻഡും അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ദീർഘദൂര യാത്രക്കാർക്കും വളരെ പ്രയോജനപ്രദമാണ്. എന്നാൽ നാളിതുവരെ സ്റ്റാൻഡിന്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. കുണ്ടും കുഴിയുമായി കിടന്ന സ്റ്റാൻഡിന്റെ പകുതി ഭാഗം കോൺക്രീറ്റ് ചെയ്തതല്ലാതെ മറ്റൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. പകുതി ഭാഗം ഇപ്പോഴും നശിച്ചു കിടക്കുകയാണ്. സ്റ്റാൻഡിന്റെ പുറകുവശം മാലിന്യ കൂമ്പാരമായി ദുർഗന്ധം പരത്തുന്നു. സ്ലാബുകളുടെ നിർമ്മാണത്തിലെ അപാകതയാണ് സ്ലാബ് തകരാൻ കാരണമെന്ന ആക്ഷേപം നിലനിൽക്കുന്നു. കോൺക്രീറ്റ് ചെയ്ത റെഡിമെയ്ഡ് സ്ലാബാണ് ഇവിടെ മുൻപ് സ്ഥാപിച്ചത്. എന്നാൽ ഇതിന്റെ ഉൾവശത്തെ കമ്പി ബലക്ഷയമുള്ളതാണെന്നാണ് ആരോപണം. പഞ്ചായത്തിന് ലഭിക്കുന്ന വരുമാന സ്രോതസ്സിന്റെ ഏറിയ പങ്കും ഈ സ്റ്റാൻഡിൽ നിന്നുമാണ് ലഭിക്കുന്നത്. എങ്കിലും അധികൃതർ സ്ലാബ് ശരിയാക്കാനോ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനോ ശ്രമിക്കുന്നില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അംഗൻവാടിക്ക് കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം സൌജന്യമായി നൽകി പൊതുപ്രവർത്തകൻ മാതൃക കാട്ടി. ചിതറം ഗ്രാമപഞ്ചായത്തിലെ 45-ാം നമ്പർ അംഗൻവാടിക്കാണ് സ്ഥലം ലഭിച്ചത്. പൊതുപ്രവർത്തകനും കൊല്ലം ജില്ലാ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റുമായ ചിതറ മധുവാണ് സ്ഥലം നൽകിയത്. ചിതറ ഗ്രാമപഞ്ചായത്തിലെ 45-ാം നമ്പർ അംഗൻവാടിക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനായി 3 സെന്റ് സ്ഥലം കൊല്ലം കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ ചിതറ മധു സൌജന്യമായി നൽകി. ചിതറ കോത്തലയിലെ തന്റെ ഓഹരിയിൽ നിന്നാണ് സ്ഥലം കെട്ടിടം നിർമ്മിക്കുന്നതിനായി നൽകിയത്. പിതാവ് ശേഖരൻ പിള്ളയുടെയും മാതാവ് ഭാർഗവി അമ്മയുടെയും ഓർമ്മയ്ക്കായാണ് സ്ഥലം നൽകിയതെന്ന് ചിതറ മധു ലൈവ് വാർത്തയോട് പറഞ്ഞു. ഈ പ്രദേശത്തെ കൊച്ചു കുട്ടികൾക്കുള്ള സൗകര്യത്തിന് വേണ്ടി 45-ാം നമ്പർ അംഗൻവാടിക്ക് ഇവിടെ 3 സെന്റ് സ്ഥലം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മയ്ക്കായി ഒരു കെട്ടിടം നിർമ്മിക്കാനായിട്ട് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അച്ഛൻ്റെ ശങ്കരപിള്ള ആൻഡ് ഭാർഗവിയമ്മ മെമ്മോറിയൽ ബിൽഡിംഗ് ആയിട്ട് ഇതിനെ അവർ നിർമ്മിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ, കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. AIYF കൊല്ലം ജില്ലാ സമ്മേളനം 24-25 തീയതികളിൽ കടയ്ക്കലിൽ സംഘടിപ്പിക്കുന്നു. CPI കൊല്ലം ജില്ലാ സെക്രട്ടറി R രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. AIYF കൊല്ലം ജില്ലാ സമ്മേളനം ജനുവരി 24-25 തീയതികളിൽ കടയ്ക്കലിൽ സംഘടിപ്പിക്കുന്നു. കടയ്ക്കൽ ടൌൺ ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 24 രാവിലെ 9:30 പതാക ഉയർത്തലോടെ സമ്മേളന പരിപാടികൾ ആരംഭിക്കും. 10 മണിക്ക് പ്രതിനിധി സമ്മേളനം നടക്കും. CPI കൊല്ലം ജില്ലാ സെക്രട്ടറി R രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PS സുബാൽ, AIYF ജില്ലാ സെക്രട്ടറി P പ്രദീപ്, AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി V വിനിൽ തുടങ്ങിയവർ സംസാരിക്കും. വൈകിട്ട് 4 നടക്കുന്ന പൊതുസമ്മേളനം മുല്ലക്കര രത്നാകരൻ MLA ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണപിള്ള അധ്യക്ഷനാകും. AASF ജില്ലാ സെക്രട്ടറി M മനോജ് സ്വാഗതം പറയും. 25-ന് രാവിലെ 10-ന് സാംസ്കാരിക സമ്മേളനം നടക്കും. പ്രശസ്ത കവി കുരിയപ്പുഴ ശ്രീകുമാർ മുഖ്യാതിഥിയായിരിക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പാർട്ടിയുടെ സമുന്നത നേതാക്കൾ സംസാരിക്കും. AASFന്റെ കൊല്ലം ജില്ലാ സമ്മേളനം 24-25 എന്ന് പറയുമ്പോൾ വെള്ളി ശനി ദിവസങ്ങളിലാണ് കടയ്ക്കൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നത്. അതിലേതാണ്ട് 250ഓളം പ്രതിനിധികൾ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലായിട്ട് സ്കൂളുകളിൽ നിന്നും കോളേജിൽ നിന്നുമായിട്ട് ഇവിടെ എത്തും. അവരെ 2 ദിവസമാണ് ഇവിടെ താമസിച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. അപ്പോൾ 24-ാം തീയതി രാവിലെ ഈ പ്രതിനിധികൾ എല്ലാം എത്തപ്പെട്ട് കഴിഞ്ഞാൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. ആദ്യം പതാക ഉയർത്തലാണ്. പതാക ഉയർത്തൽ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉദ്ഘാടന സെഷനാണ്. അപ്പോൾ ഉദ്ഘാടന സെഷനിൽ നമ്മുടെ ബഹുമാന്യനായ ജില്ലാ സെക്രട്ടറി CPIയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി R രാമചന്ദ്രനാണ് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. നിരവധി പ്രധാനപ്പെട്ട സഖാക്കൾ ആ യോഗത്തിൽ സംസാരിക്കും. വൈകുന്നേരം വരെ ഉള്ള ചർച്ചയും റിപ്പോർട്ടും ചർച്ചയും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒരു പൊതുസമ്മേളനം കടയ്ക്കൽ ടൗണിലാണ്. ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുല്ലക്കര രത്നാകരനാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ.
സൌജന്യമായി പാതയോരത്തെ കാട് വെട്ടിയും മാലിന്യം നീക്കം ചെയ്തും തൊഴിലുറപ്പ് പദ്ധതിക്ക് മാതൃകയാവുകയാണ് ചിതറ ഗ്രാമപഞ്ചായത്തിലെ ഒരു പറ്റം തൊഴിലാളികൾ. കടക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. തൊഴിലുറപ്പ് പദ്ധതിക്ക് മാതൃകയാവുകയാണ് കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു പറ്റം തൊഴിലുറപ്പ് തൊഴിലാളികൾ. പാരിപ്പള്ളി സംസ്ഥാന പാതയിൽ കടക്കൽ ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന കിലോമീറ്ററുകളോളം വരുന്ന ഭാഗം ഇരുവശവും കാടുകയറി മാലിന്യം നിറഞ്ഞു കിടക്കുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ജനസേവനം എന്ന ലക്ഷ്യത്തോടെ പ്രതിഫലം വാങ്ങാതെയാണ് ഇവർ പാതയുടെ വശങ്ങളിലെ കാടുകൾ വെട്ടി വൃത്തിയാക്കുന്ന ജോലികൾ ആരംഭിച്ചത്. വഴിയാത്രക്കാർക്ക് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലായിരുന്നു ഈ പാതയുടെ ഇരുവശവും കാടുകൾ നിറഞ്ഞു നിന്നിരുന്നത്. 3 ദിവസങ്ങളായി തുടരുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ നിരവധി തൊഴിലുറപ്പ് തൊഴിലാളികൾ പങ്കാളികളായി. കൊല്ലം ജില്ലയിലെ കടക്കൽ പഞ്ചായത്തിൽ മൂന്നേരി വാർഡിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ മറ്റു പുരയിടങ്ങളെല്ലാം ഇങ്ങനെ ഞങ്ങൾ വൃത്തിയാക്കി തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കുന്നൊരിതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജനസേവനത്തിന് വേണ്ടി സന്നദ്ധ സംഘടന സേവനം എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ പണിയുണ്ട്. ഇപ്പോൾ 2-3 ദിവസമാണ്. ഞങ്ങളൊരു ജനസേവനത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പരിസര ശുചീകരണം ചെയ്യുന്നത്, അല്ലാതെ മറ്റു രീതിയിലുള്ളതല്ല. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ നഗരസഭയ്ക്ക് പുതിയ ചെയർപേഴ്സൺ. വെല്ലുവിളികളെ സധൈര്യം നേരിടുമെന്ന് ചെയർപേഴ്സൺ രാധാമണി വിജാനന്ദ്. പത്തനാപുരത്ത് ക്യാൻസർ രോഗിയായ കൃഷിക്കാരന്റെ കൃഷി നശിപ്പിച്ചതായി പരാതി. അംഗൻവാടിക്ക് സൌജന്യമായി സ്ഥലം നൽകി പൊതുപ്രവർത്തകൻ മാതൃകയായി. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.